ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് നല്ലൊരു നാടൻ ചൂരക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി നല്ല ഇടത്തരം വലിപ്പമുള്ള ഇഞ്ചി, വെളുത്തുള്ളി, നല്ല ചൂര കഷ്ണം, നല്ല ചുവന്നുള്ളി, പച്ചമുളക് ഒരു 3 എണ്ണം. ഇത്രയാണ് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി ചതച്ച് മാറ്റി വെച്ചു. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഉലുവ, കടുക് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞപ്പോൾ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിരുന്നു കേട്ടോ. നന്നായി പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. നന്നായി വഴട്ടി പച്ചമണം മാറി വരുമ്പോൾ നമ്മളുടെ 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 സ്പൂൺ നല്ല നിറത്തിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി, ഒപ്പം നമ്മുടെ നല്ല നാടൻ കുരുമുളക് പൊടി പൊടിച്ചത് 1 സ്പൂൺ, ഇത് ഇത്രയും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിടാം കേട്ടോ. ഒരു ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി കുറച്ചുകൂടെ നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കണം. എപ്പോഴും ഞാൻ മുളക് പൊടിയെല്ലാം വെള്ളത്തിൽ ചാലിച്ചിട്ടല്ലേ കാണിക്കാറ്. ഇപ്പോൾ ഞാൻ പൊടികളെല്ലാം ഡയറക്റ്റായിട്ട് ഇട്ടാണ് കാണിക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാനത് ചേർത്തത്. എന്നിട്ട് പൊടി മൂത്ത് കഴിയുമ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് അത് നല്ല കുഴമ്പ് പരുവത്തിലാക്കി ആ വെള്ളം വറ്റുന്നിടം വരെ ആ പൊടി അതിൽ കിടന്ന് വഴണ്ട് വരണം. ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും എടുത്ത് വെച്ച പുളി, അത് ഒരു 6-7 പുളിയുണ്ട്. തിളപ്പിച്ച വെള്ളത്തിലിട്ട് വെച്ച പുളിയാണ്. അത് നമ്മൾ ആ കുഴമ്പ് പരുവത്തിലുള്ള അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തു. കുറച്ച് തീ കൂട്ടിയിട്ടു. വീണ്ടും കറിവേപ്പില കൈ കൊണ്ടൊന്ന് തിരുമ്മി ഇട്ട് കൊടുക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കണം കേട്ടോ. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ചാറിന് ആവശ്യമായ, ഞാനിവിടെ ഒരു വലിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ചേർത്തു. അരപ്പൊന്ന് തിളച്ച് വന്നതിലേക്ക് വൃത്തിയാക്കി വെച്ച ചൂരയുടെ കഷ്ണങ്ങൾ പതുക്കെ ഇട്ട് കൊടുക്കാം. ഒന്നൊന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് ഒരു 15 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴേക്കും ആ ചാറൊക്കെ ഒന്ന് വറ്റി നല്ല കളറിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പാകത്തിൽ ഇപ്പം വരും. കണ്ടോണം, എൻ്റെ മീൻകറി നല്ല ചാറൊക്കെ വറ്റി നല്ല സ്റ്റൈലായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ആ കറിവേപ്പിലയൊക്കെ വീണ്ടും ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത് കണ്ടോ, ചാറൊക്കെ വറ്റി കുറുക്കി നല്ല കളറിൽ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പാകത്തിന് മീൻകറി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.